ഞാൻ പറഞ്ഞല്ലോ, ഒരു നല്ല സിനിമ, ഒരു പാവ സിനിമ കുട്ടി നന്നായിട്ട് ചെയ്തു പറയാം. സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ സിനിമ കാണില്ല. കണ്ട ചവറ് മുഴുവനും പ്ലാസ്റ്റിക്കിൽ ഇറക്കിയിട്ട് കവർ കൊടുക്കൂല എന്ന് പറഞ്ഞില്ല. കള്ളും കഞ്ചാവും മറ്റേ കള്ളും സിഗരറ്റൊക്കെ ടാക്സ് വാങ്ങി വിറ്റിട്ട് പിന്നെ വയ്ക്കാൻ പാടില്ല. അതിൻ്റെ മുകളിൽ ഇതുപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഭരണകൂടം കാണേണ്ട സിനിമ നമ്മളൊക്കെ ഇങ്ങനെ ഒരുപാട് കണ്ട് കേട്ടല്ലോ. പിന്നെ വെള്ളത്തിൻ്റെ നടുവിലുള്ള ഇതുണ്ടല്ലോ, ദ്വീപ് കണ്ടൽക്കാട്. സത്യത്തിൽ അതൊക്കെ ഭാരതപ്പുഴയുടെ നടുവെന്നും കൊണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആ 18-ലെ വെള്ളപ്പൊക്കം ഉണ്ടായാലും ആലപ്പുഴയിൽ വെള്ളം കയറും. മനഃപൂർവ്വം വെള്ളം കയറ്റാൻ വേണ്ടി ചെയ്യുമ്പോൾ കണ്ടൽക്കാട് നടുവ്. ഞാനൊരാളുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ ഓക്സിജൻ കിട്ടാനാണെന്ന് പറഞ്ഞു. അവിടെ പോയിട്ടൊന്ന് ഓക്സിജൻ വലിക്കുന്നു. അല്ലാത്ത തെങ്ങും മരൊക്കെ തകർത്ത് പറഞ്ഞു പോരെ പറഞ്ഞു. ഇല്ലെന്ന് പറയുന്നത് അല്ല, കൂടുതൽ പറഞ്ഞാൽ തെറ്റും. പല എല്ലാ കാര്യം സത്യങ്ങൾ വിളിച്ചാൽ പല ആളുകളും പറഞ്ഞു. ആരോഗ്യ മിനിസ്റ്ററി കാണേണ്ട പടം. ഒരിക്കലും അങ്ങനെ ആവണമെങ്കിൽ നമ്മൾ ജനങ്ങളും പൊതുജനും സർക്കാരിൻ്റെ ഈ വിഭാഗ ആളുകളൊക്കെ അതിനെ മെനക്കെട്ട് ചെയ്യും. നമ്മൾ കടകളിലൊക്കെ പ്ലാസ്റ്റിക് പാക്കറ്റല്ലേ വാങ്ങുന്നത്. അത് ആദ്യം നിരോധിക്കണം. അത് ചെയ്യാത്ത കാലമൊന്നും ഒരിക്കലാവില്ല. ഇതൊക്കെ ഒരു പ്രഹസനം മാത്രം. ഊട്ടിയിൽ ഇതൊന്നും കേട്ടില്ലല്ലോ, നീലഗിരി ഡിസ്ട്രിക്റ്റിൽ ഇതൊന്നും കേട്ടില്ലല്ലോ. സ്ട്രിക്റ്റല്ലേ അത്. വേറെ രാജ്യത്ത് പാകിസ്ഥാനിലൊന്നല്ലല്ലോ നീലഗിരി, ഇവിടെ തന്നെ. ഇവിടെ ഒരു ജ്യൂസ് സ്ട്രീറ്റ് ഉണ്ടല്ലോ, തെരുവ് നല്ല വൃത്തിയിൽ നീറ്റായിട്ട് കൊണ്ടെടുക്കണല്ലേ കൊച്ചിയിൽ. കണ്ടില്ല നിങ്ങൾ? അതിൻ്റെ തൊട്ടപ്പുറത്ത് ഫുള്ള് ചളിയും കച്ചറിയാമല്ലോ. അപ്പം ഈ ഇവിടുത്തെ ജോലിക്കാരല്ല അവിടെ ചെയ്യണം, അവിടെ ചെയ്യേണ്ട അവിടെ ചെയ്യാൻ താല്പര്യമാണ് എല്ലാവർക്കും. അങ്ങനെ പിടിപ്പുകേടെന്നൊന്നും പറഞ്ഞു താല്പര്യം എടുക്കണം എന്നല്ല. പിടിപ്പുകേടെന്നൊക്കെ ഓരോരോ പണി എടുക്കുന്നുണ്ടല്ലോ. അതിൻ്റെ ശമ്പളം വാങ്ങുന്ന ജോലി, പക്ഷേ ജോലി രസം കൂടി പണി ചെയ്യാം.